ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലക്സ് അക്കാഡമി. ഈ ഒരു ലെക്ചറിൽ സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സിലബസും ക്വസ്റ്റ്യൻ പാറ്റേണും, അതായത് സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2024 KTU S4 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പഠിക്കാനായിട്ടുള്ള PCCET 402 സോയിൽ മെക്കാനിക്സ്, പഴയ സ്കീമിൽ ഇത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 എന്നായിരുന്നു ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേര്. പുതിയ സിലബസിലേക്ക് വന്നപ്പോൾ, പുതിയ സ്കീമിലേക്ക് വന്നപ്പോൾ അതിൻ്റെ പേര് സോയിൽ മെക്കാനിക്സ് എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ സിലബസ് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4th സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കോർ സബ്ജക്റ്റാണ് സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് കോഡ് വരുന്നത് PCCET 402 ആണ്. സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 4 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു സബ്ജക്റ്റിന് ഇൻറ്റേർണൽ മാർക്കായിട്ട് കോളേജിൽ നിന്ന് 40 മാർക്സും എൻഡ് സെമസ്റ്റർ എക്സാമായിട്ട് ഔട്ട് ഓഫ് 60 ആണ് നിങ്ങൾക്ക് പരീക്ഷ, അവസാനത്തെ പരീക്ഷ വരുന്നത്. 2.5 hours എക്സാം ആയിരിക്കും വരുന്നത്. തിയറി ഓറിയൻറ്റഡ്, അതായത് നമ്മൾ റിട്ടേൺ എക്സാം പോലെയാണ് ഈ ഒരു എക്സാം വരുന്നത്. അപ്പോൾ ഓവറോൾ സബ്ജക്റ്റിനെ പറഞ്ഞാൽ ടോട്ടൽ 100 മാർക്കാണ്. കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ കോളേജിൽ നിന്ന് 40 മാർക്സ് കിട്ടും. എൻഡ് സെമസ്റ്റർ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം 2.5 മണിക്കൂറിൻ്റെ 60 മാർക്കിൻ്റെ എക്സാമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് സിലബസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സബ്ജക്റ്റ് 2019-2015 സ്കീം പണ്ട് ഉണ്ടായിരുന്ന സെയിം സബ്ജക്റ്റാണ്. പണ്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേര് GT1 എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെടുന്നത്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1. ഇപ്പോൾ അതിനെ പുതിയ സ്കീമിലേക്ക് വന്നപ്പോൾ അതിനെ സോയിൽ മെക്കാനിക്സ് എന്ന് പേര് മാറ്റിയെന്നേ ഉള്ളൂ. പഠിക്കാനുള്ള കണ്ടൻറ്റൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ 12 hours ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് KTU സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ് ആണ്. സോയിലിനെ പറ്റിയിട്ടാണ് ഇവിടെ മൊത്തം പഠിക്കുന്നത്. ഈ ഒരു 4 മൊഡ്യൂളിൽ നമ്മൾ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ, സോയിൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഈ വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഇതൊക്കെ നമുക്ക് സോയിൽ പ്രോപ്പർട്ടീസാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരും. ഇനി അടുത്തത് കുറച്ച് ടെസ്റ്റുകളുണ്ട്, സോയിലിൻ്റെ തന്നെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഓരോ ടെസ്റ്റാണ്. വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്, ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്, കോർ കട്ടർ മെത്തേഡ്. അപ്പോൾ ഈ ഓരോ ടെസ്റ്റ് പ്രൊസീജിയർ പഠിക്കണം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് പഠിക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ എഗെയിൻ 12 hours ഒരു കണ്ടൻറ്റാണ് വരുന്നത്. അതിലകത്ത് 2 ടോപ്പിക്കാണ്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസും ഉണ്ട്, പെർമിയബിലിറ്റി ഓഫ് സോയിലും ഉണ്ട്. അപ്പോൾ യൂഷ്വലി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത് അങ്ങനെ ആയിരിക്കും, ഇത്ര ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ്, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. പെർമിയബിലിറ്റി ഓഫ് സോയിൽ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഓറായിട്ട് ചോദിക്കും. ഇതാണ് നോർമൽ പാറ്റേൺ, മാറ്റിയും ചോദിക്കാം. അപ്പോൾ ഇൻഡെക്സ് പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ സീവ് അനാലിസിസ്, ഹൈഡ്രോമീറ്റർ അനാലിസിസ്, പിന്നെ അതാണ് മെയിൻ ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ഇതെല്ലാം എക്സ്പെരിമെൻ്റ് ആണ്. സീവ് അനാലിസിസും ഹൈഡ്രോമീറ്റർ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സോയിൽ മെക്കാനിക്സിൽ നിങ്ങൾ അടുത്ത വർഷമാണ് ഇതിൻ്റെ ലാബ് പഠിക്കുന്നത്. സോയിൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബ് നിങ്ങൾക്ക് S5 വരുന്നത്. ആ ലാബിൽ നിങ്ങൾ ചെയ്യുന്ന പല എക്സ്പെരിമെൻറ്റുമാണ് നമ്മളിവിടെ തിയറി ആയിട്ട് പഠിച്ചു പോകുന്നത്. അത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ട്, അതിൻ്റെ അകത്ത് അറ്റബർഗ്സ് ലിമിറ്റ്, അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഇൻഡെക്സസ്. അപ്പോൾ ഇത് ഓരോ ടോപ്പിക്ക് എടുത്താലും അതിൻ്റെ അകത്ത് കുറച്ച് കൺസെപ്റ്റ്, അതായത് തിയറി ഉണ്ടാവും, ഒരു എക്സ്പെരിമെൻറ്റ് പഠിക്കാനുണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അസംഷൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ, ന്യൂമറിക്കൽ പ്രോബ്ലം. അപ്പോൾ ഏത് ടോപ്പിക്ക് എടുത്താലും തിയറി ഉണ്ട്, ഡെറിവേഷനുണ്ട്, ഇക്വേഷനുണ്ട്, പ്രോബ്ലം ഉണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും പോകുന്നത്. അടുത്തത് നമുക്ക് പെർമിയബിലിറ്റി ഓഫ് സോയിലാണ്. അതിൻ്റെ അകത്ത് ഡാർസീസ് ലോ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി, ഇനി ലബോറട്ടറി ടെസ്റ്റുകൾ. അപ്പോൾ ഏത് ടോപ്പിക്ക് എടുത്താലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അടുത്ത തേർഡ് മൊഡ്യൂളിലേക്ക് പോയാൽ എഗെയിൻ നമുക്ക് ഒരു 3 ടോപ്പിക്ക് വരുന്നുണ്ട്. 10 hour ആണ് ഈ തേർഡ് മൊഡ്യൂൾ കവർ ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റി പറയുന്നത്. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പാക്ഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുന്ന, ടോട്ടൽ സ്ട്രെസ് എന്താണ്, ന്യൂട്രൽ സ്ട്രെസ് എന്താണ്, എഫക്റ്റീവ് സ്ട്രെസ് എന്താണെന്ന് പഠിക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കണം, ബോസ്കിനസ് ഇക്വേഷൻ, അതിൻ്റെ അസംഷൻ, ലിമിറ്റേഷൻ, പിന്നെ പല ടൈപ്പ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോബ്ലംസ്. അതിനുശേഷം അതിൻ്റെ അടുത്ത മെത്തേഡായ അപ്രോക്സിമേറ്റ് മെത്തേഡ്, പിന്നെ കോമ്പാക്ഷൻ്റെ ടെസ്റ്റുകൾ. ഇത് ഇത്രയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. ഫൈനലി ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വന്നാൽ നമുക്ക് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നൊരു വാസ്റ്റ് ടോപ്പിക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ
ഇത്രയാണ് സിലബസിൽ വരുന്നത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും പറയുന്നില്ല, കാരണം അത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്തുള്ള ഓരോ ടേം എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ സിലബസ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഏത് മൊഡ്യൂൾ എടുത്താലും കണ്ടൻറ് വൈസ് ഒത്തിരി ഉണ്ട്. നിങ്ങൾ ഈ KTU സജസ്റ്റ് ചെയ്തേക്കുന്ന ഹവേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ തന്നെ അറിയാം, വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഓരോ മൊഡ്യൂളിലും നമുക്ക് തിയറി ഉണ്ട്, ഡെറിവേഷൻ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്, അസംഷൻ ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ഏത് ടോപ്പിക് എടുത്താലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ വളരെ സിവിൽ എഞ്ചിനീയേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. ആദ്യം മുതലേ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം എളുപ്പമായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റിയൊരു സബ്ജക്റ്റുമാണ്. ഓക്കെ, ഇത്രയാണ് സബ്ജക്റ്റിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ്, നോർമലി ഒരു സാധാരണ സബ്ജക്റ്റ് പോലെയാണ് ഇതിൻ്റെ സ്പ്ലിറ്റപ്പ്. അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, കോളേജിൽ നിന്ന് നിങ്ങൾക്ക് 40 മാർക്സ് ആണ് വരുന്നത്. അറ്റൻഡൻസിന് നിങ്ങൾക്ക് 15 കിട്ടും, അസൈൻമെൻറ്റിന് 15 മാർക്സ് കിട്ടും. ഫസ്റ്റ് ഇൻറ്റേർണൽ ടെസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ആവറേജ് 10 മാർക്സ്, സെക്കൻഡ് ഇൻറ്റേർണൽ ടെസ്റ്റിൻ്റെ ആവറേജ് 10 മാർക്സ്, അങ്ങനെ ടോട്ടൽ 40 മാർക്സ് ആണ് ഇൻറ്റേർണൽ വരുന്നത്. മിനിമം 26 വേണം. ഓക്കെ, അടുത്ത എൻഡ് സെമസ്റ്റർ എക്സാം നോർമൽ സബ്ജക്റ്റ് പോലെ തന്നെ ഔട്ട് ഓഫ് 60 ആണ്. 2.5 hours ആണ് വരുന്നത്. പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ നിന്ന് ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ കാണും, ടോട്ടൽ 8 ക്വസ്റ്റ്യൻ. അപ്പോൾ പാർട്ട് എ 4 മൊഡ്യൂളിൽ നിന്ന് ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 8 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ ക്വസ്റ്റിനും 3 മാർക്കാണ്. അപ്പോൾ 8 × 3 24 മാർക്സാണ് പാർട്ട് എയിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ഓരോ ക്വസ്റ്റിനും 9 മാർക്കാണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും, ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഒരു ക്വസ്റ്റിന് 3 സബ് ഡിവിഷൻ വരെ ചോദിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. അത് സ്പ്ലിറ്റ് ചെയ്ത് ABC എന്നുള്ള രീതിയിൽ 3 ഡിവൈഡ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഒരു ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ ഒരു 9 മാർക്സ് എടുത്താൽ ഒരു 3 മാർക്കിൻ്റെ തിയറി, 4 മാർക്കിൻ്റെ പ്രോബ്ലം, 2 മാർക്കിൻ്റെ എന്തെങ്കിലും അസംഷനോ ലിമിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതേ ക്വസ്റ്റ്യൻ തന്നെ സ്പ്ലിറ്റ് ചെയ്തായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഫുള്ളായിട്ട് ആൻസർ ചെയ്യുക. അങ്ങനെ 4 × 9 36 മാർക്സാണ് പാർട്ട് ബിയിൽ നമുക്ക് വരുന്നത്. ഇതുകൂടാതെ നമുക്ക് റെഫറൻസ് ടെക്സ്റ്റുകളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലൈബ്രറിയിലോ അല്ലെങ്കിൽ വാങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ അസ്പർ KTU എന്ന് പറയുന്ന ടെക്സ്റ്റുകൾ ഈ സബ്ജക്റ്റിന് കിട്ടില്ല, അത് 100% ഉറപ്പാണ്. ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്ന റെഫറൻസ് ടെക്സ്റ്റുകളാണ്. ഒരു 10, 20, 30 കൊല്ലം മുമ്പ് പഠിച്ച അതേ കണ്ടൻറ്റിലുള്ള പഴയ ടെക്സ്റ്റുകൾ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് നിങ്ങളുടെ ടീച്ചർ ഏതാണോ ഫോളോ ചെയ്യുന്നത് അതേ ടെക്സ്റ്റ് എടുക്കുക. കാരണം ആദ്യം മുതലേ നമ്മൾ ഒരു ടെക്സ്റ്റ് പഠിച്ച് പോയാൽ അതിൻ്റെ അകത്തുള്ള നൊട്ടേഷനും തിയറിയൊക്കെ ഫോളോ ചെയ്ത് പോകാം. മറ്റേത് കോളേജ് പഠിപ്പിക്കുന്നതൊന്ന്, നിങ്ങൾ എടുത്തേക്കുന്ന ടെക്സ്റ്റ് വേറെ, ഇനി നിങ്ങൾ ഫോളോ ചെയ്യുന്ന യൂട്യൂബോ അല്ലെങ്കിൽ ട്യൂഷനോ ഒക്കെ വേറെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയി പോകും. കാരണം ഇതിൻ്റെ അകത്ത് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് കുറേ നൊട്ടേഷൻസ് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, അപ്പോൾ നമ്മൾ FM പഠിച്ച പോലെ തന്നെ ഒരുപാട് നൊട്ടേഷൻസ് സോയിൽ പ്രോപ്പർട്ടീസുമായിട്ട് മെൻഷൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസിൻ്റെ നൊട്ടേഷൻസ്, യൂണിറ്റുകൾ, ഇതൊക്കെ നമ്മൾ ആദ്യമേ ഒരെണ്ണം ഫോളോ ചെയ്ത് പോയില്ലെങ്കിൽ പിന്നീട് വരുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഓവറോൾ ഇത്രയാണ് ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രോ പറയാനായിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ക്ലാസ്സിലേക്ക് അടുത്ത വീഡിയോ മുതൽ നോക്കാം. ഓക്കെ, താങ്ക് യു.